അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഇട്ടിക്കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഇട്ടിക്കറി. അപ്പോൾ ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ളൊരു കറിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലും കുറച്ച് മാറ്റം ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണെങ്കിൽ ഓൾമോസ്റ്റ് 3 കപ്പോളം വരും. അപ്പോൾ ഞാൻ ഫുൾ എടുത്തിട്ടില്ല, 2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിയാണ് കേട്ടോ, വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ വറ്റൽമുളക് ആയതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വറ്റൽമുളക്, നല്ല എരിവുള്ള വറ്റൽമുളകൊക്കെ ആണെങ്കിൽ ഒരു 3-4 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ബ്ലെൻഡറിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അരഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇത്രേ വേണ്ടുള്ളൂ പുളി ചേർത്തിട്ട് അരച്ചെടുക്കുക. ഒരുപാട് പുളി ചേർക്കണ്ട, ഇത്ര പുളി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെമ്മീൻ ഞങ്ങൾ ഇട്ടി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു ഇട്ടിക്കറി, കാസർഗോഡൻ സ്റ്റൈലിലുള്ള. അപ്പോൾ ഈ ഒരു ചെമ്മീൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ അരപ്പ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അതുപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ബൗളിലോട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ആ ഒരു കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ. നമുക്ക് തിള വരുമ്പോൾ ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്, നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് 300 ഗ്രാം ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വാർന്നെടുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ കറിയൊക്കെ ഒരു ഇച്ചിരി ലൂസാവും. അതുപോലെ ഇതിൻ്റെ ഈ ചെമ്മീൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലാക്ക് പാർട്ടില്ല, ഒരു നൂല് പോലെ, അതൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അങ്ങനെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു ഇച്ചിരി സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡൻ സ്റ്റൈൽ തന്നെയാണ്, പക്ഷേ കുറേ പേര് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. കുറേ പേര് ടൊമാറ്റോ ചേർക്കുന്നുണ്ടാവും, അതുപോലെ മുളകൊക്കെ ഒരു ഇച്ചിരി കുറേ കൂട്ടി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ഇച്ചിരി സവാള അരിഞ്ഞത് 1 ടീസ്പൂണൊക്കെ മതിയാകും, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. വേറെ തന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഇട്ടിക്കറി. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നല്ലോണം തിളക്കുമ്പോൾ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ ചെമ്മീനിന്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് അങ്ങനെ തിക്കായിട്ട് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ചെമ്മീൻ കറി ആണെങ്കിലും ഫിഷ് കറി ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം ചേർക്കുന്നത് ഒരു ഇച്ചിരി കുറച്ചാൽ മതി. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാസർഗോഡൻ സ്റ്റൈലിലുള്ള ഇട്ടിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്